പൊന്നാനി നഗരസഭയുടെ ഉറൂബ് ലൈബ്രറിയും വായനശാലയും അനുസ്മരണവും പുസ്തക പ്രകാശനവും നടത്തി. പൊന്നാനി നഗരസഭയുടെ കീഴിലുള്ള ഉറൂബ് സ്മാരക ലൈബ്രറിയും വായനശാലയും വൈക്കം മുഹമ്മദ് ബഷീർ ഉറൂബ് എന്നിവരുടെ അനുസ്മരണം സംഘടിപ്പിച്ചു. ബഹിയ എഴുതിയ കാവ്യസമാഹാരം പടച്ചോന്റെ കണ്ണീര് ചടങ്ങിൽ ഉറൂബിന്റെ പുത്രനും ചിത്രകാരനുമായ ഇ സുധാകരൻ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകൻ റൌഫ് കാലിയാരകത്തിന് നൽകി പ്രകാശനം ചെയ്തു. കർമ്മ റോഡിലെ മൈസീലിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു. ഹബീബ് സർഗം അധ്യക്ഷത വഹിച്ചു. KV നദീർ പുസ്തക പരിചയം നടത്തി. വായനശാല വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വായന അവലോകന മത്സരത്തിലെ വിജയികളായവർക്ക് ഉപഹാരം നൽകി. ബഷീർ അനുസ്മരണം റൌഫ് കാലിയരകത്തും ഉറൂബ് അനുസ്മരണം ഇ സുധാകരനും നിർവഹിച്ചു. ബഹിയ പുസ്തക വിവരണം നടത്തി. ഇബ്രാഹിം പൊന്നാനി, പ്രൊഫസർ ഇമ്പിച്ചിക്കോയ തങ്ങൾ, MA ഹസീബ്, കബീർ പൊന്നാനി, GV രമ ടീച്ചർ, നഹിദ ടീച്ചർ, സിന്ധു പ്രശാന്ത് എന്നിവർ ഉപഹാരങ്ങൾ നൽകി. താജ് ബക്കർ സ്വാഗതവും ലൈബ്രറിയൻ സുജന നന്ദിയും പറഞ്ഞു. അകത്താക്കുന്ന പോലെ ഉള്ള മാനസികാവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സഞ്ചാരമെന്നാണ് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ സഞ്ചാരം കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ സഞ്ചാരപാതയിലുണ്ടായിരുന്ന ഒട്ടേറെ അനുഭവങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എന്നതിനപ്പുറം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് തിരിച്ചെത്തി, ഇപ്പം നാട്ടിൽ തിരിച്ചെത്തി. ആളുകളെ മാത്രമല്ല, അതോടൊപ്പം പ്രകൃതിയിലെ ഓരോ പൂക്കളെയും ഓരോ ശലഭത്തെയും ഓരോ പക്ഷിമൃഗാദികളെയും അദ്ദേഹം സസൂക്ഷ്മം നിരീക്ഷിച്ചു എന്നുള്ളൂ. അപ്പോൾ അതിനൊക്കെ എന്താക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം? അദ്ദേഹത്തിൻ്റെ ഓരോ കഥകളിലും കഥാപാത്രങ്ങളാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ വായന അനുഭവമായി മാറുന്നത്. അപ്പോൾ അത്തരം കഥാപാത്രങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അക്ഷരങ്ങൾ, ഇപ്പോൾ വായന മരിച്ചു എന്നുള്ള ഒരു വിശാലമായ ലോകത്ത് വായന മരിച്ചു എന്ന് പറയുന്നതിൽ സാങ്കേതികമായ ചില പ്രയാസങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിച്ച കാലത്ത് നമുക്ക് ചുറ്റുമുള്ളതിനല്ലാതെ, അതല്ലെങ്കിൽ നമ്മുടെ പാഠപുസ്തകത്തിലല്ലാതെ മറ്റൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ ലൈബ്രറി കൗൺസിലിൻ്റെ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ നമ്മുടേതല്ലാത്ത, നമുക്ക് കൂടുതൽ അനുഭവവേദ്യമായിട്ടുള്ള, നാം കാണാത്ത വലിയ ഒരു ലോകമുണ്ടെന്ന് തിരിച്ചറിവുണ്ടായത് യഥാർത്ഥത്തിൽ ഈ അക്ഷരങ്ങളിലൂടെ, ഗ്രന്ഥശാലകളിലെ ലൈബ്രറികളിലെ പുസ്തകങ്ങളിലൂടെ നമ്മൾ കണ്ടുപിടിക്കും. വളരെ സൂക്ഷ്മമായ, വളരെ ലളിതമായ വിഷയങ്ങളെ പോലും എഴുത്തിൻ്റെ പരിസരത്തേക്ക് കൊണ്ടുവരാൻ തത്രപ്പെടുന്ന ഒരു എഴുത്തുകാരി എന്ന നിലക്കാണ് വഹിയയെ വായിച്ചിട്ടുള്ളത്. നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. എഴുതാനുള്ള വിഷയത്തിൻ്റെ ഒരു ദാരിദ്ര്യം അനുഭവപ്പെടാത്ത ഒരാൾ കൂടിയാണ് എന്നുള്ളതാണ്. നമ്മുടെ മുന്നിലുള്ള വിഷയങ്ങളെയൊക്കെയും അതൊരു എഴുത്തിൻ്റെ പരിസരത്തേക്ക് കൊണ്ടുവരാൻ കാണിക്കുന്ന മിടുക്ക് ഒരുപക്ഷെ 10, 12, 14 പുസ്തകത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. അതിൽ കവിതകളുണ്ട്, കഥകളുണ്ട്, സാമൂഹ്യ നിരീക്ഷണങ്ങളുണ്ട്, പാട്ടുണ്ട്, അങ്ങനെ വ്യത്യസ്ത മേഖലകളുണ്ട്. പടച്ചോന്റെ കണ്ണീര് ഒരു മനോഹരമായ, പറഞ്ഞ പോലെ വളരെ സൂക്ഷ്മമായ ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ പരിസരത്തിൽ നിന്ന് എഴുത്തിൻ്റെ ക്യാൻവാസിനെ സാധ്യമാക്കിയതിൽ ഉണ്ടായ ഒരു പുസ്തകമാണ് എന്നാണ് തോന്നിയിട്ടുള്ളത്. Be in a place where you want to find the best out there. You'll amaze on how the world takes for us. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. And you have to smile back at us anyway. Someday, yeah. Someday.
Akbar Travels of India Private Limited, your travel mate.